കാനഡയിലെ ഇമിഗ്രേഷൻ വകുപ്പായ ഇമിഗ്രേഷൻ, റിഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ 2028 ആകുമ്പോഴേക്കും 3300 ജോലിക്കാരെ, അതായത് തങ്ങളുടെ ജീവനക്കാരുടെ 1/4 പേരെ വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കാനഡ റവന്യൂ ഏജൻസിയിൽ നിന്ന് 600 താൽക്കാലിക കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ പിരിച്ചുവിടലായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇത് കുടിയേറ്റ പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും കാനഡയിൽ ജോലി ചെയ്യാനോ സ്ഥിരതാമസമാക്കാനോ പദ്ധതിയിടുന്ന ഇന്ത്യക്കാരെ ബാധിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. IRCCയിലെ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനത്തെ പബ്ലിക് സർവീസ് അലയൻസ് ഓഫ് കാനഡ, കാനഡ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇമിഗ്രേഷൻ യൂണിയൻ തുടങ്ങിയ തൊഴിലാളി യൂണിയനുകൾ വിമർശിച്ചു. ഫെബ്രുവരി പകുതിയോടെ ജോലി നഷ്ടപ്പെടുമെന്ന് അറിയാൻ കഴിയുമെന്നതിനാൽ IRCC ജീവനക്കാർ ആശങ്കാകുലരാണ്. ജനുവരി 19 ഇമെയിൽ വഴി തൊഴിലാളികളെ ഈ തീരുമാനം അറിയിച്ചിരുന്നു. ആർക്കൊക്കെ ജോലി നഷ്ടപ്പെടുമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നും എന്നാൽ സ്ഥാപനത്തിലെ എല്ലാ മേഖലകളിലെയും വകുപ്പുകളിലെയും ആളുകളെ ഈ വെട്ടിക്കുറവ് ബാധിക്കുമെന്നും IRCC ജീവനക്കാർക്ക് അയച്ച മെയിലിൽ പറയുന്നുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഏകദേശം 3300 ജോലികൾ കുറയ്ക്കാൻ പദ്ധതിയിടുന്നതായാണ് IRCC അറിയിച്ചിരിക്കുന്നത്. കാനഡയിലും അന്തർദേശീയമായും എല്ലാ തലങ്ങളിലുമുള്ള മുതിർന്ന എക്സിക്യൂട്ടീവുകൾ ഉൾപ്പെടെ എല്ലാ തലത്തിലുമുള്ള സ്ഥാപനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഈ തൊഴിൽ വെട്ടിക്കുറയ്ക്കലുകൾ ബാധിക്കുമെന്ന് CTV റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെട്ടിക്കുറയ്ക്കലുകൾ ബാധിക്കുന്ന വകുപ്പുകളെയും പ്രവർത്തനങ്ങളെയും തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ആർക്കൊക്കെ ജോലി നഷ്ടപ്പെടുമെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചില താൽക്കാലിക ജീവനക്കാർക്ക് കരാർ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ജോലി നഷ്ടപ്പെട്ടേക്കാം. ഇത് ബാധിക്കുന്ന ജീവനക്കാർക്ക് 30 ദിവസം മുമ്പ് തന്നെ നോട്ടീസ് നൽകും. പാൻഡമിക് കാരണം IRCC വകുപ്പ് വികസിപ്പിച്ചിരിക്കുന്നുവെന്നും താൽക്കാലിക ധനസഹായത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ആ വികസനമെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇമിഗ്രേഷൻ സേവനങ്ങൾക്കായുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യകതയും ഭവന പ്രതിസന്ധിയും കാനഡയുടെ സമ്പദ്വ്യവസ്ഥയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ജോലി വെട്ടിക്കുറവ് IRCCയുടെ ജീവനക്കാരുടെ എണ്ണം 2024 മാർച്ചിൽ അവർക്കുണ്ടായിരുന്ന ജീവനക്കാരുടെ എണ്ണത്തിൽ നിന്ന് 25% കുറയ്ക്കും. ഇത് 2021 വലുപ്പത്തിലേക്ക് തിരികെ കൊണ്ടുവരും. 2024 മാർച്ചിന് മുമ്പ് IRCCയിൽ ഏകദേശം 13,100 ജീവനക്കാരുണ്ടായിരുന്നു. ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരുന്നു. 2019 7,900-വും 2014 5,900-വുമായിരുന്നു ജീവനക്കാരുടെ എണ്ണം. 2024 ഒക്ടോബറിൽ കാനഡയിലേക്ക് വരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം 2027 കുറയ്ക്കാനുള്ള പദ്ധതികളും കനേഡിയൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറഞ്ഞ ഇമിഗ്രേഷൻ സംഖ്യകളും ലഭ്യമായ സ്ഥിരമായ ധനസഹായവും പൊരുത്തപ്പെടുത്തുന്നതിനാണ് IRCC അതിൻ്റെ ജീവനക്കാരെ ക്രമീകരിച്ചിരിക്കുന്നത്. ചെലവ് കുറയ്ക്കാനും പാൻഡമിക്കിന് മുമ്പുള്ള നിലവാരത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത്. 2023 കാനഡയുടെ ഫെഡറൽ ബജറ്റിൽ വിവരിച്ചിരിക്കുന്നത് പോലെ സർക്കാർ ചെലവുകൾ കുറയ്ക്കുന്നതിനുള്ള വിശാലമായ പദ്ധതിയുടെ ഭാഗമാണ് ഈ തൊഴിൽ വെട്ടിക്കുറയ്ക്കലുകൾ. ഈ തൊഴിൽ വെട്ടിക്കുറയ്ക്കലുകൾ ഇതിനകം തന്നെ ബുദ്ധിമുട്ടുന്ന ഇമിഗ്രേഷൻ സംവിധാനത്തെ കൂടുതൽ വഷളാക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇമിഗ്രേഷൻ അപേക്ഷകളിലെ പ്രോസസ് കാലയളവ് കൂടും. ഇത് സമീപ മാസങ്ങളിൽ ഇതിനകം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. കാനഡയിലേക്ക് പഠിക്കാനോ ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ത്യ കാനഡയിലേക്കുള്ള കുടിയേറ്റക്കാരുടെ ഏറ്റവും വലിയ ഉറവിടമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ ആയിരിക്കും ഇത് കാര്യമായി ബാധിക്കുക. നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസി നടത്തിയ പഠനത്തിൽ 2013 2023 ഇടയിൽ കാനഡയിലേക്ക് കുടിയേറുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 326% വർദ്ധിച്ചു. ഏകദേശം 32,800-ൽ നിന്ന് 1,39,700 ഉയർന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ കാനഡിയൻ സർവകലാശാലകളിൽ ചേരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം 5,800% കൂടുതൽ വർദ്ധിച്ചെന്നുമാണ് കണക്ക്.